വി രാജേഷ് ആദ്യം KSRTC ബസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഇലക്ട്രിക് ബസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പരിഹസിക്കാനും വെല്ലുവിളിക്കാനും എല്ലാം മന്ത്രി വന്നെങ്കിൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ വി രാജേഷ് എന്ന മേയർ എന്തു പറഞ്ഞോ അവിടെയാണ് എത്തി നിൽക്കുന്നത് കാര്യങ്ങൾ. ഇന്ന് 23 റൂട്ടിലേക്കുള്ള പുതിയ ഇലക്ട്രിക് ബസ്സിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു. ഇട റോഡുകളിലൂടെ മേയർ പറഞ്ഞ റൂട്ടിലൂടെ ബസ്സുകൾ ഇനി ഓടും. കാരണം നല്ല കാര്യമാണ്. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരത്തെ ഇലക്ഷൻ മാനിഫെസ്റ്റോ കോർപ്പറേഷനിൽ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള മെയിനായിട്ട് പറഞ്ഞ കാര്യമാണ്. പട്ടി പിടിക്കുന്നതും ഇട റോഡിലുള്ള ബസ് വിടുന്നതും ദീർഘദൂര ബസ്സുകൾ വിട്ടുകൊണ്ടിരുന്നതാണ് സർക്കാർ. കുടിവെള്ള പ്രശ്നം, റോഡുകളുടെ പ്രശ്നം, ഇതെല്ലാം അക്കമിട്ട് തിരുവനന്തപുരത്തെ പൗരാവലിയെ BJP പ്രകടനപത്രിക NDA പ്രകടനപത്രിക സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പറയുന്ന കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിൽ അഭിമാനിക്കാം. കാരണം ഒരു നഗരസഭ അധികാരത്തിൽ വന്നിട്ടും ഇത്രയും പറയുന്ന കാര്യങ്ങൾ എളുപ്പം ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഇപ്പോൾ ഇവിടെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ മേയർ ഇത്രയും കാര്യം തിരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പറഞ്ഞത് വാസ്തവമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. തിരുവനന്തപുരത്തിന് വേണ്ടി സ്മാർട്ട് സിറ്റി പദ്ധതി കേന്ദ്ര നഗര വി രാജേഷ് ഈ വിഷയം ആദ്യം ഉന്നയിക്കുമ്പോൾ ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പറയുകയാണ്, അതെ ബസ് ഞങ്ങൾ കോർപ്പറേഷന്റെ മുന്നിൽ കൊണ്ടിടാം, നിങ്ങൾ ചെയ്തോളൂ, വെല്ലുവിളികളായിരുന്നു. തീർച്ചയായിട്ടും അത് ആ വെല്ലുവിളിയും അദ്ദേഹം പരിഹാസവും അദ്ദേഹം പറഞ്ഞതും തമ്മിൽ ഇന്ന് ജനം ചർച്ച ചെയ്യുന്നു. അതാണ് രാവിലെ തമ്പാനൂരോ റെയിൽവേ സ്റ്റേഷൻ്റെ എവിടെയോ ഈസ്റ്റ് പോർട്ടിലോ സ്റ്റാച്യൂലോ വരുമ്പം സോഷ്യൽ മീഡിയ പ്രവർത്തകർ മൈക്കുമായിട്ട് ചോദിക്കുമ്പം ജനങ്ങൾ പറയുന്ന അതാണ്, മോഡി ഭരണം കേരളത്തിലും വരണം, മോഡി ഭരണം കേരളത്തിലും വരണം. ഇതാണ് അവസരവാദപരമായ രാഷ്ട്രീയമാണ് മന്ത്രിമാർ എടുക്കുന്നത്. കാരണം മന്ത്രി ആദ്യം മേയർ ഒരു BJP പയ്യനല്ലേ പുച്ഛിച്ചു. വിഷയം പഠിച്ച് അവർ പ്രസംഗിക്കുകയുള്ളൂ, അല്ലാതെ ഏതും മൈക്ക് മുമ്പേ ഇരിക്കണമെന്ന് വിളിച്ച് പറയാറില്ല. അപ്പോൾ കേന്ദ്രം കൊടുത്തിട്ടുള്ള രേഖ അദ്ദേഹം വിവരാവകാശം എടുത്തതായിരിക്കാം, അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയായിട്ട് റെക്കമെൻഡ് ചെയ്ത് എന്താണ് അഗ്രിമെൻറ്റ് ട്രൈഡൻ താരിഫ്, ആ 500 രൂപ പത്രമോ 100 രൂപ പത്രത്തിൽ എങ്ങനെ ഈ ബസ് ഓടിക്കണം, ഇതിൻ്റെ പൈസ ഓടിച്ച് വരുന്നതിൻ്റെ ലാഭം ആർക്ക് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അതിലുണ്ട്. ഓടിക്കുന്ന നഗരസഭയ്ക്കകത്തുള്ള വാർഡുകളിൽ മാത്രമേ അർബൻ മേഖലയിൽ ഓടിക്കാവൂ, റൂറൽ ഗ്രാമപഞ്ചായത്ത് മേഖലകളിൽ ഓടിക്കാൻ പാടില്ല. ഇതിൻ്റെ ഫണ്ട് ഓടി വരുന്നതിൻ്റെ ലാഭവിഹിതം തിരുവനന്തപുരത്തിൻ്റെ നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടി എടുക്കണം. ഇതിൽ ബസ് കാരണം ഇലക്ട്രോണിക് ബസ് ഒരു പരിധിവരെ ഓടും, എളുപ്പം ചീത്തയാവില്ല. കാരണം ലിഥിയൻ ബാറ്ററിയാണ്, അത് ലാസ്റ്റ് ചെയ്യും. എന്നും ചാർജ് ചെയ്താൽ മാത്രം മതി. അതിൻ്റെ മെയിൻ്റനൻസ് വർക്കിന് ബാക്കി പൈസ എടുക്കണം. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് അതല്ല ചെയ്തത്, തിരുവനന്തപുരം മേയർ അതല്ല ചെയ്തത്. തിരുവനന്തപുരം മേയറിന് അമ്പീറായിട്ട് പറയാം, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അന്തസ്സോടുകൂടി പറയാം, തിരുവനന്തപുരം നഗരസഭയ്ക്ക് കേന്ദ്രം തന്ന ബസ്സാണ്, അത് പഞ്ചായത്തുകൾക്ക് കൊടുക്കുവാൻ പാടില്ല. ബഹുമാനപ്പെട്ട മന്ത്രി തിരുവനന്തപുരത്തിൻ്റെ എല്ലാ റൂട്ടിലും ഓടിക്കണമെന്ന് എന്തുകൊണ്ട് മുൻ മേയർ പറഞ്ഞില്ല? പല റൂട്ടിലും, ഭീമാവള്ളി റൂട്ടിൽ യാത്രാക്ലേശമാണ്, ശംഖുമുഖം യാത്രാക്ലേശമാണ്, ആക്കുളം വഴി ടെക്നോ പാർക്കിൽ പോകാൻ ടെക്കുകളെല്ലാം വണ്ടിയിൽ കുത്തിച്ചാരി നിർത്തി ചാള മീൻ എടുക്കുന്ന പോലെയാണ് പോകുന്നത്. ബാലരാരം വഴി പോകുന്ന കരമന പാപ്പനംകോടെല്ലാം ഭയങ്കര തിരക്കാണ്. പ്രാവശ്യമ്പലം വരെ ഈ ബസ് ഓടിച്ചൂടെ? തിരുവല്ല റൂട്ടിൽ ബലിക്കടവിൽ ബലിയിടാൻ പോകാൻ ബസ്സില്ല. അതുപോലെ ആറ്റുകാൽ ക്ഷേത്ര ദർശനത്തിന് ബസ്സില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദൂരെ നിന്ന് വരുന്നവർക്ക് ബസ്സില്ല. ഭീമാവള്ളിയിൽ ഇപ്പോൾ ഉത്സവം വരുമ്പോൾ സ്പെഷ്യൽ ബസ്സാണ് ഇടുന്നത്. ഈ ബസ് എന്തുകൊണ്ട് ഇട്ടുകൂടാ? വെട്ടുകാട് പള്ളിയിൽ തിരുനാൾ വരുമ്പോൾ അവിടത്തേക്ക് സ്പെഷ്യൽ ബസ് തമ്പാനൂരിൽ നിന്ന് മാറ്റിയിട്ട് ഈ സ്മാർട്ട് സിറ്റി ബസ് ഒരു 10-25 പറവറാന്ന് ഇട്ടാൽ പോരെ? ഇതൊന്നും ചെയ്യാതെ ലോങ് റൂട്ടിലോടി പൈസ ഖജനാവിലാണോ? KSRTC നഷ്ടമെന്ന് പറയുന്നു. പക്ഷെ നഷ്ടം വരേണ്ട കാര്യമില്ല, അത്രയ്ക്ക് ബസ് ഓടുന്നു. ഏത് ബസ് നോക്കിയാലും തിരക്കാണ്. ഈ പൈസ എവിടെ പോകുന്നു? കുറേ വെള്ളാനകളും കുറേ സഖാക്കളും. ഇതിനെതിരെ KSRTC എംപ്ലോയീസ് യൂണിയൻ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് ഈ ബസ് ഓട്ടിച്ചത് രാജേഷ് പഠിച്ചു. മേയർ പഠിച്ചതിന് ശേഷമാണ് പറഞ്ഞത്. എന്താ ശ്രീജിത്ത് തന്നെ പറഞ്ഞില്ലേ, ബസ് ഇവിടെ കിടപ്പുണ്ട്, മേയർ എടുത്ത് നഗരസഭയുടെ മുമ്പ് കൊണ്ടിടും, അല്ലെങ്കിൽ നിങ്ങൾ ബസ് അങ്ങ് ഓട്ടിക്കും, നമ്മളങ്ങ് തരാം. അദ്ദേഹത്തിന് അറിയാമല്ല, ഗണേഷ് കുമാറിന് ഒരു ഹാസ്യ രൂപത്തിൽ സിനിമാ സ്റ്റൈലിൽ. ഇവരാണ് സുരേഷ് ഗോപിയെ ആക്ഷേപിക്കുന്നത്. സുരേഷ് ഗോപിക്ക് തണ്ട്
എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് സുരേഷ് ഗോപി ഒരു ഡയലോഗ് അടിച്ചല്ലോ അതിനെക്കുറിച്ച് പറയുന്നത്, മറ്റവൻ്റെ മോനെ എന്ന് പറഞ്ഞില്ലേ. അതുപോലെ ഇത് സഖാക്കളുടെ മന്ത്രിയായോണ്ടൊന്നും മിണ്ടുന്നില്ല. അദ്ദേഹം പറഞ്ഞു മേയറുടെ തൊണ്ടുപോട്ടെ. പക്ഷെ മേയർ വളരെ കുലീനതനായി കാര്യങ്ങൾ പഠിച്ച് വഴിക്ക് വന്നപ്പോൾ ഇപ്പോൾ മിനിസ്റ്റർ നേരെ മേയറെ വിളിച്ചല്ലോ, ചർച്ച ചെയ്തല്ലോ. ശരി, നിങ്ങൾ എവിടെയൊക്കെയാണ് നിങ്ങളെ റൂട്ടുകൾ? അപ്പോൾ 40 റൂട്ടുണ്ട്, അതിനുള്ള ബസ് ഇപ്പോൾ ഇല്ല. 29ആയി, 29നും ഇല്ല, 23 ബസ് ഇപ്പോൾ ഉണ്ട്. അത് ഏതൊക്കെ റൂട്ടെന്ന് കൗൺസിലർ കൊടുക്കും. BJP-മാരുടെ കൗൺസിലർ റൂട്ട് മാത്രമല്ല, കോൺഗ്രസിൻ്റെ കൗൺസിലറുണ്ട്, ഭീമാവള്ളിയിലെ മുസ്ലിം ലീഗ് കൗൺസിലറുണ്ട്, CPI CPM കൗൺസിലർ, എല്ലാ കൗൺസിലർക്കും 23 റൂട്ട് വീതിച്ച് നഗരസഭയിൽ കൊടുത്തു. കൗൺസിൽ അത് പാസ്സായി. ഇന്ന് മേയറുടെ വാർഡിൽ തന്നെ, കൊടുങ്ങാനൂർ എന്ന വാർഡിൽ നിന്ന് ഫ്ലാഗ് അപ്പ് ചെയ്ത് ഓടുന്നു. അപ്പോൾ ജനാധിപത്യ പ്രക്രിയയിൽ ഇതല്ലേ നല്ലൊരു കീഴ്വഴക്കം. അന്ന് ഈ ഗണേഷ് കുമാറിന് വേണ്ടി കൈയടിച്ച സഹാക്കൾ ഇത് കാണുന്നുണ്ടോ എന്തോ? ഇവിടെ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, പല സോഷ്യൽ മീഡിയകളുണ്ട്, എന്ത് പറഞ്ഞാലും ചാണകം, സംഖ്യകൾ. പക്ഷെ നമ്മളതിൻ്റെ പുറകെ ഒന്നും പോകുന്നില്ല. അത് ജനത്തിനറിയാം ആരാണ് ചാണകമെന്നും ആരാണ് സംഖ്യകളെന്നും. ചില നമ്മുടെ തന്നെ ടോക്കുകൾ ഞാൻ കണ്ടു, ചില ഇതിൽ സംഖ്യയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു നല്ല കാര്യത്തിനെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് അഭിമാനമുണ്ട്. സംഖ്യ RSS എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രത്തിൻ്റെ രാജനൈതിക രംഗത്ത് അവർ പ്രവർത്തിക്കുന്നു, എനിക്ക് അഭിമാനമാണ് ഞാൻ സംഖ്യയാണെന്നുള്ളത്. പക്ഷേ ഒന്നും പ്രവർത്തിക്കാത്തവന് ഉള്ളവന്മാരത് ചിന്തിക്കുന്നില്ല. പല ആക്ഷേപങ്ങളും കണ്ടിട്ടില്ലേ, ശ്രീജിത്ത് കണ്ടിട്ടില്ലേ കമൻറ്റുകൾ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാർക്ക് ഇന്നത്തെ പ്രശ്നങ്ങൾ അറിയാം, ആരാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നറിയാം. അപ്പോൾ ഇത്തരത്തിൽ ഈ 3.5-4 വർഷം ഈ ബസ് ഓടിക്കാതിരുന്നത് തിരുവനന്തപുരം നഗരസഭയോട് ചെയ്ത കൊള്ളച്ചതിയല്ലേ. എന്നിട്ട് ജനങ്ങളെ ട്വിസ്റ്റാക്കി പഞ്ചായത്തിലുള്ളവർ BJPക്ക് എതിരാവാൻ വേണ്ടി. ഇതാ മേയർ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ റൂട്ടിൽ കൂടി വരണ ഈ ബസ് നിർത്താം. അവിടെ സ്മാർട്ട് സിറ്റി, അർബൻ സിറ്റിയിൽ ഓടിക്കണമെന്നുള്ളത് പറയുന്നില്ല. അപ്പോൾ ജനങ്ങൾ, സാധാരണ പഞ്ചായത്തിലുള്ളവർ വിചാരിക്കുന്നത് എന്താ, ഓ പുതിയ മേയർ വന്നു, നമ്മുടെ ബസ് കട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സിറ്റിയിൽ ഓടാൻ. ഇതല്ലേ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ട്വിസ്റ്റുകൾ കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഭൂഷണമല്ല. സത്യസന്ധമായ രീതിയിൽ ഒരു വികസനവും ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുകയാണെങ്കിൽ ഈ കാശുകളൊന്നും ആരുടെയും കുടുംബസ്വത്തല്ലല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് ഇത് സഖാക്കൾ നടപ്പിലാക്കിയ കാര്യമാണ്. പുതിയകാലത്ത് ഈ സമൂഹ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് ഈ സഖാക്കളുടെ കള്ളത്തനങ്ങൾ പുറത്താകുന്നത്. അതുകൊണ്ട് നമുക്ക് സമൂഹ മാധ്യമങ്ങൾ അങ്ങനെ പൂർണ്ണമായി എതിർക്കാൻ കഴിയില്ലല്ലോ. അല്ല, സമൂഹ മാധ്യമത്തെ ഞാൻ പൂർണ്ണമായിട്ട് അടിച്ചാക്ഷേപിക്കുന്നതല്ല. ചില കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾക്ക് പറയുന്നത്, പണ്ടേ പരിപ്പോടെയും അവരുടെ പത്രവും മാത്രമുള്ള കാലത്ത് ഇത്തരം കള്ളത്തനങ്ങൾ പലരെയും തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോയി. ആ ഒരു മാറ്റമാണല്ലോ ഇപ്പോൾ നാം കാണുന്നത്. കമ്മ്യൂണിസം കാലകരപ്പെട്ടതാണെന്ന് ഇപ്പോൾ വീട് പ്രശ്നം വന്ന ഒരു സഖാവുണ്ടല്ലോ, അദ്ദേഹം പാർട്ടിയുടെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നപ്പോൾ 1 കോടി രൂപ പിരിച്ചത്. പണ്ട് എത്രയോ കോടി രൂപകൾ ഇങ്ങനെ പിരിച്ചു കാണും. ഇപ്പോൾ സോഷ്യൽ മീഡിയ വളർന്നതോടുകൂടിയാണ് ഈ സത്യങ്ങൾ പുറത്തു വന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണ് എങ്കിൽ ഇവിടുത്തെ സഖാക്കൾ കാണിക്കുന്ന കൊള്ളരുതായ്മകൾ സഖാക്കൾക്ക് തന്നെ അറിയാം, സാധാരണക്കാർക്ക് തന്നെ അറിയാം. ഇവർ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്നാണ്. എന്തെങ്കിലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങളോ ഇവർ ഇവിടെ പ്രവർത്തനത്തിലുണ്ടോ? അവർ പറയുന്നത് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം. ഇവരെന്തെങ്കിലും അതിൻ്റെ ഒരു അംശം പ്രവർത്തനത്തിലോ ഭരണത്തിലോ അവർ കാണിക്കുന്നുണ്ടോ? കമ്മ്യൂണിസം എന്ന് പറയുന്നത് നല്ല വാക്കാണ്. പല രാജ്യങ്ങളും കമ്മ്യൂണിസം നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള പുതിയ നവയുഗ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇത്തരത്തിൽ ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ആ ദാസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തെയെല്ലാം മോശമാക്കുന്നത്. അപ്പോൾ അവർ പ്രവൃത്തി ഒന്ന്, അവരുടെ പറച്ചിൽ വേറൊന്ന്. ഇത് കമ്മ്യൂണിസ്റ്റുകാർ മാറ്റുകയാണ് എങ്കിൽ നല്ല രീതിയിൽ കമ്മ്യൂണിസം നല്ലതാണ്. അതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇൻഡോഗ്രൽ ഹ്യൂമണിസം, മാനവവാദം നല്ലതാണ്. അതുകൊണ്ടാണ് മാനവവാദ ദർശനം നല്ലതുള്ളത് കൊണ്ടാണ് 2 MP ഉണ്ടായിരുന്ന ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ പാർട്ടിയായിരിക്കുന്നത്. ഏകദേശം 14 കോടി മെമ്പർഷിപ്പുള്ള പാർട്ടിയായി വളർന്നിരിക്കുന്നത്. അപ്പോൾ ഉത്തരേന്ത്യയിലുള്ള ജനങ്ങൾക്ക് ദക്ഷിണേന്ത്യയിലുള്ളത് BJP ഉമ്മാക്കി കാണിച്ചുകൊണ്ടിരുന്നു, RSSനെ ഉമ്മാക്കി കാണിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അങ്ങനത്തെ സംഘടനകളല്ല ജനകീയമായിട്ടുള്ള കാര്യങ്ങൾ ഉത്തരേന്ത്യയിൽ ചെയ്യുന്ന പോലെ ഇവിടെയും ചെയ്യുന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മേയറെ പോലുള്ളവർ തിരുവനന്തപുരം ജനത തിരഞ്ഞെടുത്തത്.
അല്ലെങ്കിൽ ശ്രീജിത്ത് ഒന്ന് ആലോചിച്ച് നോക്ക്, 40 വർഷം കൊണ്ട് കുടുംബ സ്വത്തായിട്ടിരുന്ന തിരുവനന്തപുരം നഗരസഭ മാറണമെങ്കിൽ നല്ല കാര്യം ചെയ്തെങ്കിൽ ഈ നഗരസഭയെ ഇവർ മാറ്റുമോ? അപ്പോൾ അതാണ് ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം. ഇപ്പം ഇന്ത്യ മുന്നണി നമ്മുടെ ശിവൻകുട്ടി സഖാവ് അസംബ്ലിയിൽ പാടി, സ്വർണം കെട്ടതാരപ്പ കോൺഗ്രസ് ആണേ അപ്പ എന്ന്. അപ്പോൾ ഇവർ അടിച്ച് ഈ സ്വർണം വിദേശത്ത് കൊണ്ടുപോയി വിറ്റതിന് പങ്കാരാണ് കോൺഗ്രസ്സുകാർ, ഇവിടുന്ന് എടുത്ത് കൊടുത്തതാരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള അന്തരം മോട്ടിക്കുന്നതിന് അവിടെ രാഷ്ട്രീയമില്ല. കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒന്നാണ്. ഇതിൻ്റെ പൊള്ളത്തരമേ സംഘപരിവാറുകൾ പുറത്ത് പറയുന്നുള്ളൂ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടിരുന്നപ്പോൾ പല സമ്മേളനങ്ങൾ, കാന്തപുരം അബൂബക്കർ മുസലിയാർ തിരുവനന്തപുരത്ത് നല്ല അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി, അദ്ദേഹത്തിൻ്റെ ജോലി അതാണ്. പുത്തരിക്കണ്ടത്ത് ഇത്രയും ആൾ വന്നു, അവിടെ മുഖ്യമന്ത്രി ചെന്നു, മറ്റു പ്രതിപക്ഷ ആൾക്കാർ ചെന്നു. അപ്പം അവിടെ ന്യൂനപക്ഷത്തിൻ്റെ BJP RSSനെ ഉമ്മാക്കി കാണിച്ചുകൊണ്ട് മൈക്ക് കൂടി 2 സംസാരം സംസാരിക്കണം. അപ്പം മലപ്പുറത്ത് നിന്ന് വന്ന സഹോദരങ്ങളുടെ വിശ്വാസം എന്താണ്? ഇവർ നമ്മുടെ സംരക്ഷകരാണ്. പക്ഷെ സംരക്ഷകരല്ല, അവർ കുലംകുത്തികളാണ്. തിരുനാവായിൽ ഇത്രയും വലിയൊരു മാമാങ്കം 240 വർഷത്തിന് മുമ്പേ മൺമറഞ്ഞു പോയൊരു സംസ്കാരം അവിടെ ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെയോ കമ്മ്യൂണിസ്റ്റിൻ്റെ ആൾക്കാർ അവിടെ എന്ത് നടക്കണമെന്ന് പറഞ്ഞ് നോക്കാൻ പോയോ? അപ്പോൾ അവിടെയാണ് പ്രീണന രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് എടുക്കുന്നത്. ഈ കള്ളത്തരം കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് തിരുവനന്തപുരം പോലുള്ള നഗരസഭ, ആലപ്പുഴ പോലുള്ള കമ്മ്യൂണിസ്റ്റ് കോട്ടകൊത്തങ്ങളിൽ 8 പഞ്ചായത്ത്, തിരുവനന്തപുരത്തെ 2 പഞ്ചായത്ത്, നമ്മളെ മാറാനല്ലൂരും വിളപ്പിലും, പാലക്കാട് നഗരസഭ, അതുപോലെ തൃപ്പൂണിത്തുറ നഗരസഭ തുടങ്ങിയത് BJPയുടെ താമര വാടുമെന്ന് പറഞ്ഞ് വിരിഞ്ഞ് വരുന്നത് ഈ ഇരട്ടത്താപ്പ് കണ്ടിട്ടാണ്. BJPയുടെ ഒരു തത്വശാസ്ത്രത്തിലും ഒരു മുസ്ലിങ്ങളെയും ഇന്ത്യയിൽ നിന്ന് ഓട്ടിക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ പല DYFകാർ എവിടെയെങ്കിലും പ്രസംഗിക്കുമ്പോൾ കേട്ടിട്ട് നോക്ക്, BJP അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഇവിടുന്ന് ഓട്ടിക്കും. ഈ 12 വർഷം കൊണ്ട് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം ഏതെങ്കിലും ഒരാൾ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടോ? തീവ്രവാദത്തിനെതിരാണ്, നുഴഞ്ഞുകയറ്റത്തിനെതിരാണ്, റോഹിംഗ്യകൾക്കെതിരാണ്, ഇന്ത്യയിൽ വന്ന് ഉപ്പും ചോറും നിന്ന് ഇന്ത്യയെ ഒറ്റിക്കൊടുക്കുന്നതിനെതിരാണ്. മുസ്ലിം സഹോദരന്മാർ താന്തിയത്തോപ്പിയും നാനാ സാഹിബും ബഹദൂർ ഷായും ഖാൻ അബ്ദുൽ ഗഫാക്കർ എന്ന് പറഞ്ഞ അതിർത്തി ഗാന്ധിയും എല്ലാം സ്വാതന്ത്ര്യ സമരത്തിന് പോരാടിയതുപോലെ രാഷ്ട്രീയ സ്വയംസേവകത്തിൻ്റെ സംഘത്തിൻ്റെ ആൾക്കാരെ അറിയാം, BJPയുടെ ആൾക്കാർക്കറിയാം. അതിന്ന് കേരളത്തിലെ പ്രബുദ്ധരായ യുവാക്കൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് തിരുവനന്തപുരം പോലുള്ള നഗരസഭ ഭരിക്കുന്നതും. അടുത്ത് എനിക്ക് എൻ്റെ ഒരു ചെറിയൊരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഒരു 18-ൽ പരം MLA BJP കേരളത്തിൽ ജയിച്ചിരിക്കും. അതിൻ്റെ ഒരു തുടക്കമാണ് തിരുവനന്തപുരം BJPക്ക് മേയർ കിട്ടിയത്. അഹമ്മദാബാദ് 2014 എങ്ങനെയായിരുന്നു? അഹമ്മദാബാദ് നഗരസഭ കിട്ടിയതിന് ശേഷമാണ് ഇന്ന് ബഹുമാനപ്പെട്ട മോഡി എല്ലാ എല്ലാവരെയും ഡൽഹിയിലേക്ക് വരാൻ അത്താഴ വിരുന്നിന് ക്ഷണിച്ചിരിക്കുന്നു, താലി മിൽസ് കൊടുക്കുവാൻ. അന്ന് ആ ഹൈദരാബാദ് നഗരസഭയിൽ നിന്ന് സൂറത്തിലേക്കും ഗാന്ധിനഗറിലേക്കും സ്വീകരണങ്ങളുണ്ടായിരുന്നു. അതേ മോഡൽ ഇന്ന് മോഡിജി ചെയ്തിരിക്കുന്നു. പറഞ്ഞു, നിങ്ങൾ ട്രെയിനിൽ വരണം, എല്ലാ സ്റ്റേഷനിൽ നിന്ന് സ്വീകരണം വാങ്ങണം, എല്ലാ സംസ്ഥാനത്തിലും ഇറങ്ങണം. തിരിച്ചവർ ഫ്ലൈറ്റിലാണ് ഇങ്ങോട്ട് വരുന്നത്. അതും പ്രത്യേകിച്ച് ഒന്ന് പറഞ്ഞിരിക്കുന്നതിൽ അഭിമാനമുണ്ട്. BJP കൗൺസിലർ മാത്രമല്ല, 101 കൗൺസിലറിലും ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ട്വിറ്റർ പേജ് ഫോളോ ചെയ്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം അവിടെ. അതാണ് BJPയുടെ പ്രധാനമന്ത്രിയുടെ ആ കിരീടത്തിലെ തൂവലെന്ന് പറയുന്നത്. അവിടെ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ മുസ്ലിം ലീഗോ എന്നോ പറഞ്ഞിട്ടില്ല. 101 കൗൺസിലറും കം ടു ഡൽഹി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ മുസ്ലിം ലീഗ് കൗൺസിലറുണ്ട്, അതിനകത്ത് CPI കൗൺസിലറുണ്ട്, അതിനകത്ത് കോൺഗ്രസിൻ്റെ കൗൺസിലറുണ്ട്, BJP കൗൺസിലർമാരുണ്ട്. ഇതാണ് ജനാധിപത്യം. തിരുവനന്തപുരത്തിൻ്റെ വികസനം, കേരളത്തിൻ്റെ വികസനം, ഇതിന് രാഷ്ട്രീയം മറന്ന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അതാണ് അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ ഇന്നലെ പറഞ്ഞത്. ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയ്ക്കുള്ള അവിടെ വെറും 10 വർഷം ഉണ്ടായിരുന്നിട്ടും 14% അക്വസേഷൻ നടന്നുള്ളൂ. നല്ലൊരു പദ്ധതിയല്ലേ ശബരിമല പാതയ്ക്ക് ഇത് ക്യാൻസലായി പോയിരിക്കുന്നത്. അതുപോലെ NK പ്രേമചന്ദ്രൻ കൊല്ലത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടിട്ടില്ലേ? അവിടുത്തെ ഈ ESI ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിന് വേണ്ടി 600 കോടി രൂപയാണ് പദ്ധതിക്ക് വെച്ചത്.
സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ആവശ്യപ്പെട്ടു, നിങ്ങളൊരു ലെറ്റർ അയക്കുമെന്ന്. ഇവിടുത്തെ ആടുന്ന കപ്പലല്ല സാർ, മുങ്ങുന്ന കപ്പലല്ല സാർ, നല്ലൊരു കപ്പിത്താൻ ഉള്ളതാണെന്ന് പറഞ്ഞ മന്ത്രി ഒരു എഴുത്ത് പോലും വായിക്കാതെ ലാസ്റ്റിൽ പത്രക്കാർ വളഞ്ഞപ്പോൾ സോറി പറഞ്ഞു. അപ്പോൾ കേരളത്തിൻ്റെ വികസനത്തിനും തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിനും രാഷ്ട്രീയം മറന്ന് ഒറ്റക്കെട്ടായിട്ട് അമ്പലങ്ങൾ മോട്ടിച്ച് വിദേശത്ത് കൊണ്ട് വിൽക്കാതെ ജനങ്ങളുടെ കാര്യത്തിന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ, ഭാരതീയ ജനതാ പാർട്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത അസംബ്ലിക്കകത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് സീറ്റും കിട്ടും, അടുത്ത നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയും കിട്ടും, നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയും കിട്ടും, MLA മാരും കിട്ടും. രാജേഷ് നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുകയാണെങ്കിൽ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹത്തെ ആക്ഷേപിച്ച് പുച്ഛിച്ച് തള്ളിയ ഈ ബസ് ഗണേഷ് കുമാർ തിരിച്ച് 23 റൂട്ടിൽ വിടുവാൻ തീരുമാനിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.